നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ്. കൊല്ലം ജില്ലയിൽ നമ്മൾ കാവനാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം തൊട്ട് മുമ്പോട്ട് നമ്മൾ നീണ്ടകര പാലമൊക്കെ കഴിഞ്ഞിട്ട് പരിമണം വരെയുള്ള അപ്ഡേറ്റാണ്. ചെറിയ അപ്ഡേറ്റാണ്, കാരണം നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് ബാറ്ററി ചാർജ് ഉള്ളപ്പം നമ്മളിവിടെ മുതൽ പരിമണം പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് എടുത്തിട്ടുണ്ട്. പരിമണം പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കുറച്ചും കൂടെ അവിടെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഏരിയ ആണ്. ഇത് കഴിഞ്ഞ് വെച്ച് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ വിശ്വസമുദ്രയുടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇപ്പം ശിവാലയ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടെ മെയിൻ റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ചും കൂടെ നീളത്തിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് നമ്മൾ ദൂരോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇടത്തെ സൈഡിൽ ഒരു മഞ്ഞ ബോർഡ് ഇരിക്കുന്ന കാണാം. അവിടെ തൊട്ട് പിന്നെ മുമ്പോട്ട് വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം വിശ്വസമുദ്രയും കുറച്ച് ഭാഗം അവിടെ ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിശ്വസമുദ്രയുടെ ടാറിങ് പരിപാടിയും ഇപ്പം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശിവാലയ കൺസ്ട്രക്ഷനും കൊല്ലം ബൈപ്പാസിൽ അതിവേഗം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. ഇത് കഴിഞ്ഞ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ് നല്ലോണം പുരോഗമിച്ചിട്ടുണ്ട്. വിശ്വസമുദ്ര ഈ ഒരു ഏരിയയിലും ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടുണ്ട്. വലിയ പവർ കയറി വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ആ പോസ്റ്റ് എടുത്ത് മാറ്റേണ്ട പണി അത് വലിയൊരു പണിയാണെന്ന് തോന്നുന്നു. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ശക്തികുളങ്ങര ഹാർബറിൻ്റെ അടുത്തായിട്ടൊക്കെ വരുമ്പം കുറച്ചും കൂടെ ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നിരത്തുന്ന പണിയൊക്കെയാണ് നമ്മൾ നീണ്ടകര പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗത്തൊക്കെ പണി നടക്കേണ്ടത്. ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണവും കൂടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഒരു വെള്ളം ഒഴുകി പോകുന്ന ഒരു അവിടെ ഉണ്ട്. അതിൻ്റെ പണി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം വലതുഭാഗത്തായിട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ് ഇപ്പം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഈ ഒരു ഏരിയയിലായിട്ടുള്ളത്. നമ്മൾ പിന്നെ നേരെ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പിന്നെ വലതുഭാഗത്ത് പിയറിൻ്റെ ഘട്ടത്തിലോട്ടൊരു 3 എണ്ണം കൂടെ എത്തി നിൽപ്പുണ്ട്. ഇടത്തെ സൈഡിൽ അതേപോലെ പണി തീരാനുണ്ട്. പിന്നെ നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഈ ഒരു ഘട്ടത്തിലായിട്ട് നീണ്ടകര പുതിയ 2 പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുകയാണ്. കൂടുതലും വലതുഭാഗത്തായിട്ടാണ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം 1, 2, 3 എണ്ണത്തിനകത്തെങ്ങാണ്ട് തീർന്നിട്ടുള്ളൂ. വലതുഭാഗത്തായിട്ടാണ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ഒരു 4 എണ്ണത്തിൻ്റെ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് കോൺക്രീറ്റ് എത്തി നിൽപ്പുണ്ട്. നമ്മൾ നീണ്ടകര പാലം കഴിഞ്ഞേച്ച് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അണ്ടർപാസിനെയും നീണ്ടകര പാലത്തിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 സൈഡിലുമായിട്ട് തന്നെ ഒരു റിട്ടൈനിങ് വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പിയൊക്കെ മേലോട്ട് കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ റിട്ടൈനിങ് വാൾ ബ്ലോക്ക് 2 സൈഡിലായിട്ട് അത് കുറച്ച് നാളിന് മുമ്പേ അത്രയും ഉയർത്തി നിർത്തിയിരുന്നതാണ്. കുറച്ചും കൂടെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പള്ളി എത്തിക്കഴിയുമ്പം അവർ ടാറിങ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പള്ളിയുടെ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ സ്ഥലം ഏറ്റെടുക്കാനുണ്ട്. അത് ഇതുവരെയായിട്ടും ഏറ്റെടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലുള്ള മാറ്റങ്ങളാണ്. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ടാർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി പരിമണം പെട്രോൾ പമ്പ് എത്തുന്നിടം വരെയുള്ള ഭാഗത്തായിട്ടാണ് കുറച്ച് ടാർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ചവറ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴുള്ള സ്ഥലങ്ങളിലും കുറച്ച് നീളത്തിലൊക്കെ ആയിട്ടാണ് ടാറിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ നല്ല ലെങ്തിലായിട്ട് തന്നെ വലതുഭാഗത്തായിട്ട് അവർ ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനിയും പണികളൊക്കെ ഉണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നിരത്താനുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തുടരാനുണ്ട്. ഇനിയിപ്പം ഉടൻ തന്നെ നമ്മളിപ്പം ടാർ ചെയ്തിരിക്കുന്ന ഈ വലത്തെ സൈഡിൽ കാണുന്ന ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം ഇടത്തെ സൈഡിലുള്ള പഴയ റോഡ് കുത്തിപ്പൊളിക്കും ഉടനെ എന്നാണ് കരുതുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇപ്പം കുറച്ച് നല്ല ലെങ്തിലായിട്ട് തന്നെ അവർ വലതുഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലെയറാണ് ഇവിടെയും ടാർ ചെയ്തിരിക്കുന്നത്. ഇടത്തെ സൈഡിലായിട്ട് നല്ലോണം പണി നടക്കാനുണ്ട്. ഇടത്തെ സൈഡിൽ പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ
ഡ്രൈനേജിൻ്റെ പണിയാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ. ഇനി സർവീസ് റോഡും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗമൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം വലത്തേ സൈഡിലായിട്ട് ടാറിങ് കുറച്ച് ലെങ്തിലായിട്ട് കഴിഞ്ഞേച്ച് അതുവഴി വാഹനങ്ങളെ കടത്തി വിട്ടിട്ട് ആ ഒരു പണി ഉടൻ തന്നെ തുടങ്ങും എന്നാണ് കരുതുന്നത്. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഇടത്തേ സൈഡിലും കുറച്ചും കൂടെ അവർ ടാറിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും കുറച്ച് നീളത്തിലായിട്ട് ഇടത്തേ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കൂടുതലും വലത്തേ സൈഡിലായിട്ടാണ് നല്ല വീതിക്ക്, നല്ല വീതി നല്ല 2 വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലുള്ള വീതിക്കാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ. അടുത്ത നമ്മുടെ വീഡിയോ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആയിരിക്കും. ശിവാലയ കൺസ്ട്രക്ഷൻ അതിഗംഭീരമായിട്ടാണ് കൊല്ലം ബൈപ്പാസിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ബൈപ്പാസിൽ മാത്രമല്ല, അത് കഴിഞ്ഞേച്ച് പിന്നെ ചാത്തന്നൂരിലോട്ട് പോകുന്ന ഭാഗത്തും പണി ഇപ്പം വളരെ വേഗത്തിലായിട്ടുണ്ട്. ഉമയനല്ലൂർ കൂടുതൽ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞേച്ച് ഇനി ചാത്തന്നൂർ മുതൽ നമ്മൾ മേവറം വരെയുള്ള വീഡിയോയും കൂടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ അപ്ഡേറ്റ് ഇത്രയൊക്കെയാണ്. നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസിൻ്റെ ആയിരിക്കും. അപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.